ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൂടുതലും പെൺപടകൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ദീപാവലി പ്രമാണിച്ച് അച്ചാച്ചൻ്റെ ഒക്കെ ഷോപ്പിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു ചെറിയൊരു അവരുടെ ഒരു പാർട്ടി കേട്ടോ. ജോയാലക്കാസിൻ്റെ ബ്രാഞ്ചിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് അവർക്കൊരു പാർട്ടി ഉണ്ട്. ദുബായിലാണ് ഇന്ന് വൈകിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്, അപ്പോൾ 4-5 ആൾക്കാരുടെ വൈഫുമാരായ ഞങ്ങളെല്ലാം കൂടി ഇന്ന് ഇവിടെ കൂടാന്ന് വിചാരിച്ചു. 3-4 പേരുടെ വൈഫുമാർ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് ഇന്ന്. അപ്പോൾ അതിന് മുമ്പ് എനിക്കും നമ്മുടെ ചിന്നു, അതായത് കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു ന്യൂലി മാരീഡ് കപ്പിൾസിന്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലെ ചിന്നുവിനെയും കൂട്ടി സാറക്കുട്ടിയും നമുക്ക് അച്ചാച്ചൻ്റെ ഷോപ്പിലൊന്ന് പോകണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു മൗണ്ടൻ ടീയുടെ ഒരു ഇത് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ. അപ്പോൾ അതിനകത്തൊരു വിന്നെന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ അടപ്പിനകത്ത് അവരൊരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഡോട്ടിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അതൊരു വാട്സപ്പിലോട്ടാണ് പോകുന്നത് കേട്ടോ. സ്കാൻ ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ അത് അവരുടെ ഈ മൗണ്ടന്റെയുടെ ഒരു വാട്സപ്പിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ അടപ്പേ കൊടുത്തിരിക്കുന്ന നമ്പർ നമ്മൾ കറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരതിൽ നിന്ന് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 gram കോയിൻ കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ 3 കുപ്പി വാങ്ങിച്ച് അയച്ചു കൊടുത്തിട്ട് നമുക്ക് കിട്ടിയില്ല. ഇത് നമ്മുടെ 4ാമത്തെ കുപ്പിയാണ് കേട്ടോ. കുപ്പി തീർന്നു. ഇതിപ്പോ നോർമൽ പച്ചവെള്ളം കേട്ടോ ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം കോയിൻ നമുക്ക് സമ്മാനം അടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ ഇന്നലെ രാത്രി മെസ്സേജ് വന്നു. അപ്പം ഈ മാസം 20-ാം തീയതിക്ക് മുമ്പ് നമ്മൾ പോയി കളക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വെറുതെ വെച്ചിരിക്കേണ്ട, ഇപ്പൊ തന്നെ പോയി കയ്യോടങ്ങ് മേടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു കേട്ടോ. ആരെങ്കിലും ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് മൗണ്ടന്റെ വാങ്ങിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കിട്ടിയാൽ 1 gram കോയിൻ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ അത് വാങ്ങിക്കണം. പിന്നെ ഒന്ന് മദീനയിൽ പോണം. എന്തെങ്കിലും വൈകിട്ടത്തേക്കും നമുക്ക് കടിച്ചു പറിക്കാൻ വേണമല്ലോ. അപ്പൊ ചിക്കനോ മീനോ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ നമ്മൾ അച്ചാച്ചൻ്റെ ഷോപ്പിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചിന്നു ഞാനും സാറക്കുട്ടിയാണ്. സാറക്കുട്ടി അങ്ങ് മുന്നോട്ടങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന പറയാണ്, കാരണം വണ്ടി വരുമല്ലോ മെയിൻ റോഡിലോട്ടെ. അങ്ങനെ നമ്മൾ മാളിൻ്റെ ഉള്ളിൽ കയറി ഇതാണ്ട ജോയാലക്കാസാണ്. ഇനി നമുക്ക് വേഗം പോയി കോയിൻ കളക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ 1 gram ഗോൾഡ് കോയിൻ ഇതാണ് കേട്ടോ. അപ്പം നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ജോയാൽക്കാസ് എന്നൊക്കെ ഫുള്ളായിട്ട് എഴുതി നല്ലൊരു കോയിനായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റിനാണ് നമുക്ക് തന്നത് കേട്ടോ. ചിന്നുവിൻ്റെ ഹസ്ബൻഡാണിത്. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ച് ഭയങ്കര പോസിങ്ങൊക്കെയാണ് കേട്ടോ. കോയിനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ മദീനയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് റൂമിൽ ഇത് എത്തിയാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വേഗം ക്ലീൻ ചെയ്ത് അരച്ച് പുരട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 4 പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഏകദേശം 1.25 കിലോ ആണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഫുൾ അങ്ങ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് അരപ്പൊക്കെ തയ്യാറാക്കി ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം നല്ല രീതിയിൽ തന്നെ പിടിക്കും കേട്ടോ. കാരണം ഇത് നമുക്കിപ്പം ഇപ്പം തന്നെ ഏകദേശം ഒരു 6:45-7 മണി സമയോളം ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 9 മണി 9:30 ആകുമ്പോഴത്തേന് ഇത് ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായി കിട്ടുമല്ലോ മസാലയൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ഇത് അരച്ച് പരട്ടി വെക്കണമായിരുന്നു കേട്ടോ. അപ്പം അതിനുള്ള ചുമന്നുള്ളിയും കരിയാപ്പില ഇഞ്ചിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം നമുക്ക് അരച്ച് പരട്ടി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. സാറയും ചിന്നും ഹോളിൽ ഇരിപ്പുണ്ട് കേട്ടോ. സാറക്കുട്ടിക്ക് പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവളിങ്ങനെ എപ്പോഴും തന്നെ ഇരിക്കുന്നതാണ്. ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പോകാൻ സമ്മതിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഭയങ്കര കരച്ചിലാണ് സാറക്കുട്ടി. ആര് വന്നിട്ട് പോയാലും അവൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഇഞ്ചക്ഷൻ എടുക്കാനാണ് വിടുന്നത്. അവർ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരും കേട്ടോ. പെട്ടെന്ന് വരും. സാർക്ക് ജ്യൂസ് മേടിച്ചിട്ട് വരും. അവർ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. അതിന് എത്ര നാൾ പറഞ്ഞ് അവളെ പറ്റിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആര് വന്നാലും ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം അവളിങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർ പോകുമ്പോൾ അവൾക്കൊരു സങ്കടമാണ് കേട്ടോ. ഇപ്പം തന്നെ ചിന്നുവിൻ്റെ പുറകേന്ന് മാറുന്നില്ല കേട്ടോ. അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. അതാണ് ഒരു വിഷയം. നമ്മൾ പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിലേക്ക് ചിക്കൻ നമ്മുടെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ റീൽസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല രസമാണല്ലോ. അപ്പോൾ എനിക്ക് ചിലപ്പം ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുറന്ന് വീഡിയോ കണ്ട് ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ
ഞാൻ അതിൻ്റെ അകത്ത് വരുന്ന കമൻസ് കണ്ടിട്ടാണ് ചിരിക്കാറ്. ചിലപ്പോൾ വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്ത് വെക്കും, അതിന് കമൻസ് വായിച്ചിട്ട് ഭയങ്കര ചിരിയായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഓരോ റീൽസിനെ പറ്റി ഓരോ ആൾക്കാരൊക്കെ ചുമ്മാ ഓരോ ഗോസിപ്പടി അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചേട്ടന്മാരൊക്കെ തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ് അവരുടെ എൻജോയ്മെൻറ്റിന് പോകാൻ വേണ്ടി. അപ്പം ഈ ബ്രൗൺ ഷർട്ട് ഇട്ട് നിൽക്കുന്ന ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ ഇത്, ടിജി ചേച്ചി ഈപ്പൻ ചേട്ടൻ്റെ വൈഫാണ്. അപ്പം ജസ്റ്റിൻ തേണ്ട ജോസഫേണ്ണുണ്ട്, അച്ചാച്ചനുണ്ട്. അപ്പോൾ അവരെല്ലാം പോവാണ് കേട്ടോ. അവർക്ക് ഇവിടുന്ന് ബസ്സുണ്ട്, എല്ലാ ഷോപ്പിൽ നിന്നുള്ള സ്റ്റാഫുകളുണ്ട് കേട്ടോ. അതായത് ദുബായും ഷാർജയും രണ്ട് പാർട്ടിയാണെന്ന് തോന്നുന്നു. ഇവർക്ക് ഷാർജ, അജ്മാൻ അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് എല്ലാവർക്കും ഒരു പാർട്ടി, പിന്നെ ദുബായ് ഓഫീസെല്ലാം വേറെയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൈ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം നല്ല സെറ്റായി നോക്കിക്കോണമെന്നും താഴോട്ടൊന്ന് ഇറക്കി വിടണമെന്നൊക്കെ പറയാണ് കേട്ടോ ഈപ്പൻ ചേട്ടന്. അപ്പോൾ അവർ പോയി. ഇനി നമ്മുടെ ലോകം ഗൈസ്, ഇനി നമുക്ക് ഗോസിപ്പടിച്ച് നമുക്ക് എല്ലാവരെയും ദൂഷിപ്പിച്ച് നമുക്ക് നല്ല എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്തു കേട്ടോ. ഫുഡ് ഇവിടെ പൊറോട്ടയും ചിക്കനും പിന്നെ ബീഫ് കറിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ സാറക്കുട്ടി ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചു. അവൾ റൂമിൽ ഞാൻ ഫോൺ കൊടുത്തു, കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തു, അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് വന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ചിൽ വൈബ് അടിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് നമ്മളൊരു 12 മണി വരെ ഈ ഫുഡും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് അതും ഇതൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കൂടുതലൊന്നും തന്നെ ഇല്ല, ഫുള്ള് വർത്താനം പറച്ചിലും കാര്യം പറച്ചിലും ആണ് കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.